ഇവർ വിവാഹിതരായാൽ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ നായകനാണെങ്കിൽ തൻ്റെ വിഘ്നങ്ങളൊക്കെ മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ മുൻപിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു, തേങ്ങ ഉടയ്ക്കുകയാണ് കേട്ടോ. ഇതേ സമയം അതിലൊരു കഷ്ണമാണെങ്കിൽ തേങ്ങ നേരെ നമ്മുടെ നായികയുടെ തലയിൽ അല്ലെങ്കിൽ മേത്ത് വീഴുന്നൊരു കാഴ്ച കാണാം. ഇതേ സമയമാണെങ്കിൽ നായക ദേഷ്യപ്പെട്ടുകൊണ്ട് നായകൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ഡോ താൻ എന്താടോ ഈ കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോഴാണ് തനിക്ക് ലിഫ്റ്റ് തന്നവനാണ് ആ ദുശാഠ്യം പിടിച്ചവനാണ് എന്ന് നായക തിരിച്ചറിയുന്നത്. ഇതേ സമയം നായികയാണെങ്കിൽ കത്തി കയറുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. തൻ്റെ മുഖത്ത് എന്താടോ കണ്ണില്ലേ, താൻ എന്തിനാടോ ഇങ്ങനെ ചെയ്യുന്നത്, താൻ എന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതാണോടോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയമാണെങ്കിൽ നായകൻ പറയുന്നുണ്ട്, നിന്നെ എന്ത് ചെയ്യാനാ, നിന്നെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു. എവിടെ പോയാലും ഒരു ശല്യമായിട്ട് നീ ഇപ്പോൾ ഏതു നേരവും പുറകെയാണല്ലോ, നീ എൻ്റെ പുറകെ കൂടിയേക്കാണോ, നീ എന്നെ ടാർഗറ്റ് ചെയ്ത് പിടിക്കുകയാണോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഞാനല്ല, നിങ്ങളാണ് എൻ്റെ പിന്നാലെ വരുന്നത്, ഞാനുള്ളിടത്തെല്ലാം നിങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ കീരിയും പാമ്പും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവരുടെ ഇടയിലേക്ക് ഒരു ഗുണ്ടാ സംഘം കടന്നു വരുന്നുണ്ട്. അങ്ങനെ നായകൻ നല്ല രീതിയിൽ അവരെ ഇടിച്ചിട്ട് പെരുമാറുന്ന സമയമാണെങ്കിൽ നായികയും അതിലേക്ക് പങ്കുചേരുന്നു. അങ്ങനെ നായികയുടെ തലക്കിട്ട് നല്ലൊരു അടിയടിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ, കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഉടനെ തന്നെ നായിക ബോധം കെട്ട് വീഴുന്നുണ്ട്. നായകനാണെങ്കിൽ അപ്പോഴേക്കും എല്ലാത്തിനെ അടിച്ച് നിരത്തി നായികയെ രക്ഷിച്ച് ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുന്നൊരു കാഴ്ച. ആശുപത്രിയിലാണെങ്കിൽ വിവരമറിഞ്ഞതിന് ശേഷം നായികയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വന്നെത്തുന്നുണ്ട്. അപ്പോൾ സംഭവ വികാസങ്ങളൊക്കെ അറിയുമ്പോൾ നിനക്ക് എന്താ മോളെ, നീ എന്തിനാണ് ആവശ്യമില്ലാത്തവരോടൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നായികയുടെ അച്ഛനും അമ്മയും നായികയോട് ഇച്ചിരി ശകാരിച്ച് പറയും. അച്ഛനൊന്നും പറയില്ല, അമ്മയാണ് ശകാരിച്ച് പറയുന്നതെന്ന് കാണാം. ഇതേ സമയം ഈ മോനുള്ളത് കൊണ്ടാണ് നീ രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇവൻ കാരണമാണ് എനിക്ക് ഇത്രയും വലിയ അപകടം പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും നായികയും നായകനും തമ്മിൽ കീരിയും പാമ്പും പോലെ കടിപിടി കൂടാനായിട്ട് അവരുടെ മുൻപിൽ വെച്ച് കടിപിടി കൂടാനായിട്ട് ഒരുങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.